സ്പെഷ്യലായിട്ട് 2 റെസിപ്പീസാണ് കാണിക്കുന്നത്. ഒന്ന് കൊക്കോ കസ്റ്റേർഡ് പുഡിങ്ങും ചോക്ലേറ്റ് പോപ്സുമാണ്. ചോക്ലേറ്റ് പോപ്സ് ലോലിപോപ്പിൻ്റെ ഷേപ്പിലിരിക്കുന്നതുകൊണ്ട് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ ഇത് നമുക്ക് മിച്ചം ആയിട്ട് കേക്കൊക്കെ വരുവാണെങ്കിൽ അത് യൂസ് ചെയ്യാൻ പറ്റിയ 2 റെസിപ്പീസാണ്. മിച്ചം വന്ന കേക്കിന് കൂടുതൽ ടേസ്റ്റായിട്ട് നമുക്ക് കഴിക്കാം. ഈ 2 റെസിപ്പിക്കും വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. അതല്ല കേക്ക് തനിയെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ 2 കേക്കിൻ്റെ റെസിപ്പി ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അത് നല്ല ടേസ്റ്റുള്ള വാനില കേക്കും ഈസി ചോക്ലേറ്റ് കേക്കുമാണ്. ആദ്യം തന്നെ നമുക്ക് മിൽക്ക് കോമ്പൗണ്ട് അല്ലെങ്കിൽ വൈറ്റ് ചോക്ലേറ്റ് കുറച്ച് ചെറിയ ചെറിയ പീസസ് ആയിട്ട് ഒരു 80 ഗ്രാം എടുത്ത് ചോപ്പ് ചെയ്ത് വയ്ക്കാം. ഇനി നമ്മുടെ മിച്ചം വന്ന കേക്ക് ഏതാണോ അത് നന്നായിട്ട് പൗഡർ ചെയ്യുക. ഞാൻ എടുത്തിരിക്കുന്ന പ്ലം കേക്കാണ്. നല്ല തിളച്ച പാല് ഒരു 3 ടേബിൾ സ്പൂണോ 4 ടേബിൾ സ്പൂണോ ഒഴിച്ചിട്ട് അതിലേക്ക് ഈ 80 ഗ്രാം ചോക്ലേറ്റ് ഇട്ട് നന്നായിട്ടൊന്ന് മെൽറ്റാക്കുക. എന്നിട്ട് നമ്മുടെ കേക്ക് പൗഡർ ചെയ്തതിലേക്ക് ഇത് കുറച്ചൊഴിച്ച് നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് മിക്സ് റെഡിയാവും. മുഴുവനും ഒഴിക്കേണ്ട, ആവശ്യത്തിന് ഒഴിച്ചാൽ മതി. സപ്പോസ് നിങ്ങൾക്ക് ക്രീം കേക്കാണ് മിച്ചം വന്നത്, അപ്പോൾ ഓൾറെഡി ഐസിങ് ഉള്ളതാണെങ്കിൽ ഇതൊന്നും ചെയ്യാതെ ഐസിങ് ഇട്ട് തന്നെ കുഴച്ചെടുത്താൽ മതി. ഇപ്പോൾ നല്ല പെർഫെക്റ്റ് ബോളായിട്ടുണ്ട്. അപ്പോൾ ഇത് ഫ്രീസറിൽ കുറച്ച് നേരം ഒന്ന് സെറ്റ് ചെയ്യാൻ വെക്കാം, 5 മിനിറ്റ്. ആ സമയം നമുക്ക് ഈ ചോക്ലേറ്റ് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം. ഇതിൻ്റെ കോട്ടിംഗ് ഉണ്ടാക്കുവാണ് നമ്മൾ. ഇപ്പോൾ ഒരു 250 ഗ്രാമോളം ഈ വൈറ്റ് കോമ്പൗണ്ട് ഇട്ടിട്ട് ചൂടാക്കി എടുക്കാം. അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ മെൽറ്റഡ് ബട്ടറാണ് ഒഴിച്ചത്. അപ്പോൾ ഇത് ആ വെള്ളത്തിൻ്റെ ചൂട് കൊണ്ട് ഇങ്ങനെ ഉരുകി ഉരുകി വരും. ഒരുവിധം ഉരുകി കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. അതിരുന്ന് പിന്നെയും കുറച്ചും കൂടെ മെൽറ്റാവും. എന്നിട്ട് ഈ സ്റ്റിക്ക് ഇതുപോലെ എടുത്തിട്ട് ഈ മെൽറ്റഡ് ചോക്ലേറ്റ് മുക്കിയിട്ട് ഇങ്ങനെ ഇതേപോലെ ലോലിപോപ്പ് പോലെ ഉണ്ടാക്കുവാണ്. അപ്പോൾ സ്റ്റിക്ക് എനിക്ക് വാങ്ങിക്കാൻ കിട്ടിയില്ല. നിങ്ങൾക്ക് ഇങ്ങനെ പോപ്സിൻ്റെ സ്റ്റിക്ക് വാങ്ങിക്കാൻ കിട്ടും. ഞാൻ അതുകൊണ്ട് വുഡൻ ഫോർക്ക് വാങ്ങിച്ച് അതിൻ്റെ അറ്റം കട്ട് ചെയ്തിട്ടാണ് ഈ സ്റ്റിക്ക് എടുത്തത്. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് മെൽറ്റ് ആയതിൽ ഇത് നമുക്കിങ്ങനെ ഡിപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ട് കുറച്ച് ഉറപ്പുണ്ടായിട്ടുണ്ട്. അപ്പം അതിങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് ഈ തെർമോക്കോളിൻ്റെ ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ തെർമോക്കോളിൽ വെറുതെ കത്തി വെച്ച് കുറച്ച് സ്ലിറ്റ് ഇട്ട് വെക്കുക. തെർമോക്കോളിനോട് കത്തി വയ്ക്കാനല്ല പറഞ്ഞത്. എന്നിട്ട് അതിലേക്ക് നമുക്കിങ്ങനെ കുത്തി കുത്തി നിർത്താം. കാരണം നമ്മൾ എവിടെ ചാരി വെച്ചാലും ആ സൈഡിൽ ഐസിങ് പോകുമല്ലോ, അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് സ്പ്രിങ്കിൾസ് ഇടാം. പല പല കളേഴ്സിൽ ഇത് മേടിക്കാൻ കിട്ടും. അതല്ല കളേർഡ് കേക്ക് പോപ്സാണ് വേണ്ടതെങ്കിൽ ഈ വൈറ്റ് ചോക്ലേറ്റിൽ കുറച്ച് ഇഷ്ടമുള്ള കളർ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് അതിൽ ഡിപ്പ് ചെയ്തെടുത്താൽ ഇതുപോലെ കളേർഡായിട്ട് കിട്ടും. ഇനി ഒരു 10-15 മിനിറ്റ് നമുക്ക് ഫ്രീസറിലോ അല്ലെങ്കിൽ ഒരു 45 മിനിറ്റ് ഫ്രിഡ്ജിലോ വെച്ചാൽ ഇത് നല്ല സെറ്റാവും. ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിലും കഴിക്കാം. പെട്ടെന്ന് നടന്നു പോകാതിരിക്കാനാണ് ഫ്രിഡ്ജ് വെക്കുന്നത്. ഇന്ന് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ധ്യാനാണ്. അപ്പോൾ പിന്നെ പണിയുടെ കഴിക്കുള്ളൂ. അപ്പോൾ രണ്ടാമത്തെ എടുത്തു. അപ്പോൾ ഇഷ്ടപ്പെട്ടല്ലേ വെച്ചിരിക്കുന്നത്? ഇനി കൊക്കോ കസ്റ്റേർഡ് കേക്ക് പുഡിംഗ് ഉണ്ടാക്കാം. ഇതിന് വെറും 5 ഇൻഗ്രീഡിയൻസ് മതി. കസ്റ്റേർഡ് പൗഡർ, കൊക്കോ പൗഡർ, മിച്ചം വന്ന കേക്ക്, പാല്, പഞ്ചസാര. അപ്പോൾ നമുക്കൊരു 2 കപ്പ് പാലെടുത്തിട്ട് അതിലൊരു 1/2 കപ്പ് മാറ്റി വയ്ക്കാം വേറൊരു ബൗളിൽ. കാരണം കട്ട കൂടാതെ കസ്റ്റേർഡ് പൗഡറും കൊക്കോ പൗഡറും കലക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണത്. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും പിന്നെ ഒരു 1/4 കപ്പ് കസ്റ്റേർഡ് പൗഡർ, ഒരു വാനില ഫ്ലേവർ ഉള്ളതാണ്. ഇത് രണ്ടും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ആ കട്ടകളൊക്കെ കളയാം. കുറച്ച് കട്ടയൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല, നമ്മൾ ചൂടാക്കുമ്പോൾ അത് മിക്സ് ആയിക്കോളും. ഇനി നമ്മളതിൻ്റെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് പാലിലേക്ക് ഒഴിച്ച് ബാക്കി 1.5 കപ്പ് പാലിടുന്നതിലേക്കാണ് ഇത് ഒഴിച്ചിരിക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഒരു 3/4 കപ്പ് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഒരു വിസ്ക് വെച്ച് ഇത് അല്ലെങ്കിൽ സ്പൂൺ വെച്ച് ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ നമ്മുടെ മിച്ചം വന്ന കേക്കാണ്. ഇനിയിപ്പോൾ കിട്ടുന്ന കേക്ക് ഇങ്ങനെ പല പല പണികൾ നമുക്ക് ചെയ്യാം. അപ്പോൾ വേറൊരു പ്ലം കേക്കാണിത്. നന്നായിട്ട് പൗഡർ ചെയ്തെടുക്കുക. ഇത് ചോക്ലേറ്റ് സ്പഞ്ചോ വാനില സ്പഞ്ച് കേക്കോ ഏത് കേക്ക് വേണമെങ്കിലും എടുക്കാം. എന്നിട്ട് ഞാനൊരു 1/4 കപ്പ് വീതം നമ്മൾ സെർവ് ചെയ്യാൻ പോകുന്ന ഗ്ലാസസിൽ അല്ല ബൗളിലേക്ക് ഇങ്ങനെ ഇട്ടിട്ട് വെക്കുവാണ്.
ചെറുതായിട്ട് സ്പൂൺ വെച്ചൊന്ന് പ്രസ് ചെയ്തൊക്കെ കൊടുക്കാം. അപ്പോൾ ഈ കേക്കിന് കുറച്ച് നനവ് തട്ടുന്നതിനായിട്ട് നമ്മളിപ്പോൾ കാച്ചാൻ പോകുന്ന കസ്റ്റേർഡ് അത് കുറച്ച് കുറുകി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഓരോ സ്പൂൺ ഇതിലേക്ക് ഒഴിക്കുക. അത് ഞാൻ കാണിക്കാൻ മറന്നുപോയി. അപ്പോൾ അത് കുറച്ച് നനവായിട്ടിരിക്കും. അപ്പോൾ നമ്മുടെ കസ്റ്റേർഡും കൊക്കോയും പാലും പഞ്ചസാരയും കൂടെയുള്ള മിക്സാണിത്. അത് ചൂടാക്കി വന്നപ്പോൾ ഇത്ര നല്ല തിക്കായിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയും തിക്നെസ് വരുമ്പോൾ നമുക്കത് ഓഫ് ചെയ്യാം. ഇതിന് ഏകദേശം ഒരു ചോക്ലേറ്റ് ഐസ്ക്രീമിൻ്റെ ഒരു ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് ചോക്ലേറ്റ് ഐസ്ക്രീമിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ മാത്രമേ ഇത് ട്രൈ ചെയ്യാവുള്ളൂ. കേക്കിൻ്റെ പുറത്തേക്ക് ഇതിങ്ങനെ ഒഴിക്കാം. അപ്പോൾ ഇത് നല്ല പെട്ടെന്ന് തന്നെ സെറ്റാവും. വെളിയിലിരിക്കുമ്പോൾ തന്നെ ഇത് സെറ്റാവും. പക്ഷെ അത് കൂളായിട്ട് കഴിക്കുന്നതാണ് ടേസ്റ്റ്. അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കും, ഇതിൻ്റെ ചൂട് പോയി കഴിയുമ്പോൾ. പിന്നെ ഇത് നട്ട്സൊക്കെ വെച്ച് വേണമെങ്കിൽ ഗാർണിഷ് ചെയ്യാം. ഇഷ്ടമുള്ളത് വെച്ച് ഗാർണിഷ് ചെയ്യാം. ഇവിടെ കുറച്ച് എഡിബിൾ ഗ്ലിറ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ ക്രിസ്മസൊക്കെ അല്ലേ, ചിത്തളൊക്കെ ഇരിക്കട്ടെ എന്ന് ഓർത്ത് ഞാനതിട്ടു. ചെറീസൊക്കെ വെച്ച് വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്യാം. കുറച്ച് നേരം ഫ്രിഡ്ജിലിരിക്കുമ്പോഴാണ് അത് നല്ല ചിൽഡായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് തോന്നുന്നത്. ഇനി ഇത് സെർവ് ചെയ്യാം. കഴിച്ചു നോക്കട്ടെ. അടിപൊളി. ഇത് പ്രിപ്പയർ ചെയ്യാൻ 5-6 മിനിറ്റ് എടുക്കുള്ളൂ ആരും പറഞ്ഞ് വിശ്വസിക്കത്തില്ല. I wish you and family a very happy Christmas.